നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടുള്ള വി.എസ്. സുനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം പിൻവലിച്ചത്. തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നടൻ ടൊവിനോ തോമസ് വ്യക്തമാക്കിയതോടെയാണ് നടപടി. താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ അംബാസഡറാണെന്ന് ടൊവിനോ വ്യക്തമാക്കുന്നു. ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നെങ്കിൽ അത് തന്റെ അറിവോ സമ്മതത്തോടെയോ അല്ലെന്ന് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ടൊവിനോയും താനും നല്ല സുഹൃത്തുക്കളാണെന്നും അതുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടതെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗിച്ചതാണ് വിയോജിപ്പിന് കാരണം. പോസ്റ്റ് പിൻവലിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ അടുത്തൊരു ഫോട്ടോ നമ്മുടെ ആളുകൾ എടുത്തിട്ട് പോസ്റ്റാക്കി ഇട്ടു. ഞാൻ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് അയാൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ളൊരു സാങ്കേതികത ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഒരു അസൗകര്യമാവുമല്ലോ. അപ്പോൾ തന്നെ അത് പിൻവലിച്ചു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഇടുന്ന തന്നെ കുഴപ്പം ആൾക്കില്ല. പക്ഷേ നമ്മുടെ ചിഹ്നമൊക്കെ വെച്ച് ഇടുമ്പോൾ അതൊരു അസൗകര്യമാണല്ലോ. അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡറായി നിൽക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ബോധപൂർവം അല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒപ്പം തന്നെ അവസാനിച്ചു. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ കലാമണ്ഡലം ഗോപിയുടെ മകൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും വിവാദം സൃഷ്ടിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുവെന്നായിരുന്നു കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുവിന്റെ പോസ്റ്റ്. സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. ഗോപി ആശാൻ തനിക്ക് ഗുരുതുല്യനാണ്. ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് താനല്ല, പാർട്ടിയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, വ്യക്തികളുണ്ട്. അതെല്ലാ ജില്ലകളിലുമുണ്ട്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട്. അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം. ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. കുറിപ്പ് വിവാദമായതോടെ രഘു പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം. സി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.